സഹകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ. തിയേറ്റർ ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ഫിയോക് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫിയോക് ഇതാ വിതരണ രംഗത്തേക്ക് കടന്നു വരികയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. പവി കെയർടേക്കർ എന്ന ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ്. ഐശ്വര്യമായിട്ട് പവി കെയർടേക്കറിലൂടെയാണ് ഈ രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. സോ അതിൻ്റെയും കൂടെ ഒരു ഔപചാരികമായിട്ടുള്ള ലോഞ്ചാണ് തിരിതെളിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. സോ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ആ ചടങ്ങിലേക്കായി സ്വാഗതം ചെയ്യുന്നു. തിരിതെളിയുടെ ഓഡിയോ ലോഞ്ച് ഓഫ് പവി കെയർടേക്കർ പ്ലസ് we have the official inauguration of FIOC distribution company. ആദ്യം തിരികൊളുത്തി ഈ ചടങ്ങിന് ശുഭാരംഭം കുറിക്കാൻ തലമുതിർന്ന നിർമ്മാതാവും വിതരണക്കാരനുമായ ശ്രീ സാഗ അപ്പച്ചൻ സാറിനെയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പ്രേക്ഷകരിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴത്തെ പോലെ തന്നെ ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു നീണ്ട പ്രയാണത്തിന്റെ ആദ്യ പടിയാണ് ഡെഫിനറ്റ്ലി ഓഡിയോ ലോഞ്ച് എന്നുള്ളത്. അതിന് ഐശ്വര്യമായൊരു തുടക്കം ലഭിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫിയോക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ സിനിമയാണ് പവി കെയർടേക്കർ. This is history. This is a moment to cherish forever. Definitely ആദ്യത്തെ സംരംഭം മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിതെളിയുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും ഇവർ 3 പേർക്കും വേദിയിൽ ഒന്ന് സ്റ്റേബാക്ക് ചെയ്യണം. ബാക്കി കോസ് പ്രസിഡന്റ് നമുക്ക് അവർ 3 പേരും ഇവിടെ വേദിയിൽ വേണം. കാരണം ഇനി നടക്കാൻ പോകുന്നത് ഫിയോക്കിന്റെ ഔപചാരികമായ ലോഗോ പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ്. ആ ചടങ്ങ് നേതൃത്വം നൽകുന്നത് ലാൽ സാറുണ്ട് വേദിയിൽ. ഓൺ ബിഹാഫ് ഓഫ് ആന്റണി സാർ, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ചടങ്ങിലേക്ക് നമ്മൾ നടക്കുന്നു. ഫിയോക് ലാൽസാർ പോകരുത്. ആശംസയുടെ വാക്കുകൾ പറയാതെ വിടില്ല. നമസ്കാരം. വൈകിട്ട് ദിലീപ് വിളിച്ചുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്. 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല. ഉടനെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു. ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു. ഇതിൽ വേറെ തന്നെ നല്ല ചടങ്ങിന് വരികയാണ്. തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനകൾ നമുക്ക് കടത്തരം കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണെങ്കിൽ ഈ പടം റിലീസ് ചെയ്യുന്നത്, 3-ാം തീയതി എൻ്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ എന്ന് പറയുന്നൊരു ടെൻഷൻ കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം. തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പകർന്നുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന
ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും തരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും നടികൾക്കും എല്ലാവരും നന്മകളും ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. സാറിനോട് സംസാരിക്കേണ്ട സമയമായിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരളത്തിലെ സിനിമ തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, ഇങ്ങനെ നമ്മുടെ സിനിമ തിയേറ്റർ ഓണേഴ്സിൻ്റെ സംഘടന കഴിഞ്ഞ 7-8 വർഷമായി വളരെ സജീവമായി രംഗത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാടകഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം വേണം എന്ന് തോന്നിയിട്ട് ഒരുപാട് നാളായി. ഇത് ഒരു ഡൊണേഷനിലൂടെയോ ഇല്ലെങ്കിൽ പിരിവിലൂടെയോ ഒക്കെ ഒരു മന്ദിരം ഉണ്ടാക്കുന്നതിനോട് മാനസികമായി ഞങ്ങൾക്ക് വളരെ എതിർപ്പുണ്ടായി. അറിയാവുന്നതും ചെയ്യാൻ കഴിയുന്നതുമായ ജോലി ചെയ്യും അവനവൻ്റെ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്ന ആശയമാണ് ഞങ്ങളുടെ മനസ്സിലാക്കുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായി മലയാളത്തിലെ ചിത്രങ്ങൾ വിതരണം ചെയ്യുക തിയേറ്റർ സംഘടനയായ ഞങ്ങൾ, കേരളത്തിലെ എല്ലാ തിയേറ്ററുകളുടെയും ഉടമസ്ഥരായ ഞങ്ങൾക്ക് നല്ല സിനിമകൾ നല്ല തിയേറ്ററുകൾ പറയുന്ന സ്റ്റേഷനുകളിൽ റിലീസ് ചെയ്ത് അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്യമമാണ് ഞങ്ങളുടെ കയ്യിൽ. അനുപേട്ട സ്റ്റേജിലേക്ക് വരണം. ശ്രീ റോഷൻ ചിറ്റൂർ, അദ്ദേഹത്തിന് സ്വാഗതം. നിങ്ങളൊക്കെ മാറി നിൽക്കേണ്ടവരാണോ? ഞാൻ പ്രത്യേകം വിളിക്കേണ്ട കാര്യമുണ്ടോ? വി ഓൾ ഫാമിലി റൈറ്റ്. വരൂ സ്റ്റേജിലേക്ക്. ജോഷി സാറ് ഏറ്റുവാങ്ങുന്നു. ഓഡിയോ ലോഞ്ച് ഇതാ വേദി നിർവഹിക്കപ്പെടുന്നു. ചിത്രത്തിലെ അഭിനേതാക്കളുണ്ട്, അണിയറ പ്രവർത്തകരുണ്ട്, മറ്റ് ഡിഗ്നിറ്ററീസ് ഉണ്ട്, ജോഷി സാറുണ്ട്, സിനിമയിലെ സംവിധായകരുണ്ട്, തെരകമയുടെ പ്രതിനിധിയുണ്ട്. സോ പവി കെയർടേക്കറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഡിയോ ലോഞ്ച് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ ചിത്രത്തിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉടനെ നമുക്ക് അത് കേൾക്കാം. വളരെ സന്തോഷം വേദിയിലേക്ക് വന്നത്. മനോഹരമായി നമ്മുടെ ആ ചടങ്ങ് അവസാനിച്ചു. താങ്ക് യു സോ മച്ച് ജോഷി സർ. ഒരു ഡയലോഗ് ഉണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാറേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണെങ്കിലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണമെങ്കിലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി കെയർടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ
മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വിനീത. ബുദ്ധിയുള്ള പ്രൊഡ്യൂസറാണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ആദരണീയരായ ജോഷ് സാർ, മണി സാർ, ഗുരുസ്ഥാനിലായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ. എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടു വളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി താങ്ക് യു സോ മച്ച്. പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് April 26 റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് രാഘവനും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് 5 വർഷം. അപ്പോൾ ഈ 5 വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി. പക്ഷെ ഇത് ഫഹദ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലാന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ രാജേഷിനോട് ചോദിച്ചു, ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും? അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല, നിങ്ങളിനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അറിയില്ല, കാരണം ഞാനും ദിലീപേട്ടനും ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട്, അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കഥ പറയാൻ, അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് അയാൾ ഞാനിൽ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിൻ്റെ അടുത്ത്, ഫഹദ് എൻ്റെ അടുത്ത് എനിക്കൊരു കഥയില്ല, പക്ഷെ ആ കഥ എനിക്ക് ദിലീപേട്ടൻ്റെ അടുത്ത് പറയാം, വാ നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ദിലീപേട്ടൻ പാച്ചിക്കയുടെ പടത്തിൽ, വാപ്പച്ചിയുടെ പടത്തിൽ ഇപ്പോൾ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ദിലീപേട്ടൻ്റെ ക്യാരക്ടറിൽ ചെന്നിരുന്നു. പക്ഷെ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം അതല്ല ദിലീപേട്ടൻ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല. കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളോട് പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി. ബിക്കോസ് ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു ശ്രമം മുമ്പ് നടത്തിയത്. അപ്പോൾ ഈ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്, ലാൽ ജോസ്. അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞു, എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ആലോചിച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്, ബെസ്റ്റ് ദിലീപാണ് നെറ്റ് ആപ്റ്റ്. അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ്. ലാലുവേട്ടനാണ് ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത്, ദിലീപ് ഞാനൊരു കഥ കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുവേട്ടനാണ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവേട്ടനും കൂടാണ്. അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപേട്ടൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ആലോചിച്ചില്ല. വേറെ ആലോചിക്കില്ല, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ്, അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു. പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു. കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ കോവിഡ് വരുന്നു, അങ്ങനെ പല കാരണങ്ങളുണ്ടായി. അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത്. ഷൈജു ഖാലിദും സംയുക്താരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു. അങ്ങനെ ടൊബിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു. ഇത്രയും കാലഘട്ടം, അല്ലെങ്കിൽ 2019 ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് 2024 ഇറങ്ങുന്ന സമയത്ത്, 2024 ഈ പടം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, രാജേഷ് എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ രാജേഷിനോട് ചോദിച്ചു, രാജേഷ് ഇത് എഴുതാൻ എത്ര സമയം എടുക്കണം? ഒരു 2 മാസം കൊണ്ട് ഞാൻ എഴുതി തരും, അത് കുഴപ്പമില്ല. അത് നമ്മൾ റൂം എടുക്കുന്നു, 2 മാസം എഴുതുന്നു. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ രാജേഷിനടുത്ത് എൻ്റെ മനസ്സിൽ ഞാനത് അപ്പോൾ പറഞ്ഞില്ല, പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രാജേഷിനോട്, രാജേഷ് ഈ ഡ്രാഫ്റ്റ് ഇനി ഞാൻ പൊളിക്കാൻ പോവാണ്, തുടങ്ങുകയാണ് ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ രാജേഷിൻ്റെ മുഖമൊക്കെ മാറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഏറ്റവും അതിൻ്റെ എന്താ പറയുക, എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമം ഉണ്ടായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ദിലീപേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ
എന്താ പറയുക, ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപേട്ടൻ ഈ നിലയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം, ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ VFXന്റെ ഡീറ്റെയിലിങ്ങുമായിട്ട് അദ്ദേഹം 12 മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി. ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അന്ന് രാത്രി 10:30 ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി 11:30 വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി. അങ്ങനെ 12:30 ഞങ്ങൾ സ്ക്രിപ്റ്റ് വായന തുടങ്ങി. പുലർച്ചെ 3:30 വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ്. അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അതൊരു വലിയൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേട്ടൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി അത് തന്നെയാണ്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഈ സിനിമയെ ബന്ധപ്പെട്ടിട്ട്. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. പവി കാറ്റഗറി എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും. നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇത്രയും പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സിന് മുന്നിൽ നിൽക്കാൻ എനിക്ക് ശക്തി തന്ന, അല്ലെങ്കിൽ എന്നെ പ്രാപ്തനാക്കിയ അക്ഷരങ്ങളുടെ അമ്മയ്ക്ക്, വാഗ്ദേവതയ്ക്ക്, കൊല്ലൂരിലെ എൻ്റെ അമ്മയ്ക്ക് ശതകോടി പ്രണാമം. ഇത് വിനീത് പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഞാൻ വിനീതിനോട് ഈ കഥ പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് പവിത്രൻ എനിക്ക് ഇത്ര പ്രിയപ്പെട്ടവനായെന്ന് ഞാൻ പറയാം. ഇപ്പോൾ അരവിന്ദൻ്റെ അതിഥികൾ, അരവിന്ദനും എനിക്ക് എൻ്റെ യാത്രയിൽ ഒരിടത്തു നിന്ന് എൻ്റെ മനസ്സിൽ കൂടിയ ഒരു മനുഷ്യനാണ് അരവിന്ദൻ. അരവിന്ദൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇമോഷൻസും എനിക്ക് കിട്ടിയത് അത്തരമൊരു യാത്രയിലാണ്. അതുപോലെ പവിത്രനെ നമ്മുടെ ഒരു രാത്രിയിൽ ചില പരാജയങ്ങൾ നമ്മളെ രാത്രിയിൽ ഉറങ്ങാൻ സമ്മതിക്കാറുണ്ട്. അങ്ങനെ ഉറക്കം വരാത്തൊരു രാത്രിയിൽ ബൈക്കെടുത്ത് ഞാൻ ലുലുവിൻ്റെ അവിടെ, ഇപ്പോൾ ആ തട്ടുകട അവിടെ നിന്ന് മാറ്റി ഖൈബർ എന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. ഖൈബർ, അത് ചിലർക്കൊക്കെ അറിയാം. ആ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അവിടെ രാത്രി ഒരു 10:30 മണിക്ക് ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് ഒരു മനുഷ്യൻ, ആ 11 മണിക്കും അയാൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് മുടി ചെയ്യും, നല്ല സുന്ദരനായിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കട്ടൻ ചായ. ഈ കട്ടൻ ചായയുടെ കൂടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രൈസ് ബിസ്ക്കറ്റ്, ചെറിയ ക്രീമിൻ്റെ ക്രൈസ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കട്ടൻ ചായ കുടിച്ചിരിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് അയാൾ പറയുന്നത് ഇതാണ്: അമ്മേ, ഞാൻ ചോറുണ്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ തിരിച്ചു വിളിക്കാം. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ കട്ടൻ ചായയും ക്രൈസ് ബിസ്ക്കറ്റും കഴിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സമയത്ത് അയാൾ എന്നെ നോക്കി. അപ്പോൾ അമ്മ വീണ്ടും ആ സംസാരം തുടരാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുന്നു: അമ്മേ, ഞാൻ വിളിക്കാം, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഊണ് കഴിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ഒരു ചിരി. ആ ചിരി ഇത്രയും പ്രതീക്ഷയുള്ള, ഇത്രയും സന്തോഷമുള്ള, സ്നേഹമുള്ള, നിറമുള്ള ഒരു ചിരി പിന്നീട് ഞാൻ എൻ്റെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയും ആ സമയത്ത് ആ രാത്രിയിൽ അയാൾ ഊണ് കഴിച്ച് സുഖമായി ഇരിക്കുകയാണെന്ന് അമ്മയെ ബോധിപ്പിക്കാൻ ആ മനുഷ്യൻ പാടുപെടുന്നത് അയാളുടെ ആ ഒരൊറ്റ ഫോൺ കോളിൽ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറയാം: ഞാൻ ചോറൊക്കെ ഒന്ന് സുഖമായിട്ടിരിക്കാൻ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കും, വെറുതെ എന്തിനാ അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ അയാൾ ഏകദേശം 12 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. ഇപ്പോൾ അയാൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു: മോനെ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമോ, കിടക്കാനാണ് പ്രയാസം, ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ, അയാളുടെ ആ ഒരു ചിരിയും അയാളുടെ ആ നിസ്സഹായതയും എന്നെ വിട്ടുപോയി. അന്ന് ആ രാത്രി ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത് പവിത്രൻ്റെ കഥയുമായിട്ടാണ്. ആ ഒരു എനർജി പിന്നീട് ഈ 5 വർഷം യാത്രയും ഒരിക്കൽ പോലും എന്നെ മുഷിപ്പിക്കാത്ത ഒരു കഥാപാത്രമായിട്ട് അതെന്നെ തുടരെ ഓടിയതുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ പവിത്രൻ്റെ ഷൂട്ട് കഴിഞ്ഞ്, ചിത്രീകരണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ മനസ്സിലുള്ള പല കഥകളിലേക്കും എനിക്ക് കടക്കാൻ കഴിഞ്ഞത്.
അത്രയും എനർജി എനിക്ക് തന്ന കഥാപാത്രമാണ് പവിത്രൻ. പവിത്രൻ ഒരു നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യനാണ്. പവിത്രൻ സ്നേഹമുള്ളവനാണ്. അങ്ങനെ അപ്പോൾ അത് കൃത്യമായിട്ട് അത് കാലതാമസം വന്നെങ്കിൽ പോലും അത് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ചെറുപ്പം പോലും നമ്മളെല്ലാം കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, അതിൻ്റെ എല്ലാ കൈയടക്കത്തോടെയും അതിൻ്റെ എല്ലാ ഇതോടുകൂടിയും ചെയ്ത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കാത്തിരിപ്പിനെ പറ്റി യാതൊരു വേവലാതിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് വിനീത് ഇപ്പോൾ പറഞ്ഞ പോലെ എത്ര തവണ മാറ്റി എഴുതാൻ പറഞ്ഞാലും എത്ര തവണ ഇംപ്രൂവൈസ് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ പോലും ഞാൻ അതിലൊരു മുഷിവ് കാണിക്കാഞ്ഞത്. പവിത്രൻ എനിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ്. പവിത്രൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.